ഇതാണ് നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്. കാരണം നമ്മൾ ഈ A4 ബണ്ടിലൊക്കെ അല്ലേ, 2 A4 ബണ്ടിൽ വെച്ചാൽ അത്രയും വലുപ്പമുള്ള ബുക്കാണ്. ഈ ബുക്കിന്റെ വില 2200 രൂപയാണ്. അപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും എമൗണ്ട് ഉള്ള വിലയുള്ള ഒരു ബുക്ക് ആരെങ്കിലും വാങ്ങിക്കോ എന്നുള്ളത്. നമ്മളെ മാർക്കറ്റിൽ ഏകദേശം 1500 രൂപയ്ക്ക് മുകളിലൊന്നും ബുക്കില്ല. ആ സമയത്താണ് 2200 രൂപ. 2200 രൂപ നമ്മൾ വെറുതെ ഇട്ടതല്ല. ഈ ബുക്കിൻ്റെ നിങ്ങൾ ഈ പേജ് എണ്ണി തന്നെ നോക്കും, അതിന് അത്രയും എമൗണ്ടിൻ്റെ ആയിട്ട് അടുത്ത് വരും. പിന്നെ ഇതിൽ ഞാൻ ഒരുപാട് PSC ക്ലാസ് എടുത്തത് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കുറേ കുട്ടികൾ ഇങ്ങനെ പഠിച്ചിട്ട് പോവുകയാണ്. അത് എത്രത്തോളം പഠിച്ച് എന്ന് അവർ വിലയിരുത്താനുള്ള മാർഗങ്ങളില്ല. അഥവാ നിലവിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അത് ടോട്ടലി മനസ്സിലാക്കാനാണ്. ഒരു പോർഷൻ ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി പഠിച്ചിട്ട് അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് എത്രത്തോളം പഠിച്ചെന്ന് അവർക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ PSCയുടെ ക്ലാസ് ഒത്തിരി എടുത്തിട്ടുണ്ട്. കേരളത്തിലെ പല ജില്ലകളിലായിട്ട് ഒരുപാട് പേർക്ക് ഞാൻ ക്ലാസ് എടുത്തത് അറിയാൻ പറ്റും. ഇപ്പോൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഒത്തിരി ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ഇവർക്ക് ഓരോ ടോപ്പിക്കും പഠിച്ചിട്ട് അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഞാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യും? കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ഒരു ബുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങൾ എടുക്കും. അപ്പോൾ ഞാനിവിടെ ചെയ്തതെന്ന് പറയുന്നത് ഈ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ, PSC റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തിയവർ, അഡ്വൈസ് കിട്ടിയവർ, ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപാട് എഫേർട്ട് ഞാൻ ഇതിൻ്റെ പിറകിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അനുഭവിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ബുക്കൊക്കെ നിങ്ങൾ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ റിസൾട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം വരെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു വലിയൊരു ബുക്ക് തയ്യാറാക്കാൻ പറ്റിയത്. ഇനി എൻ്റെ മനസ്സിൽ ഒത്തിരി ബുക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ബുക്ക് ഇറക്കുന്നതിൽ നമ്പർ 1 ആവുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം.